എന്നാശയൊന്നേ നിൻ കൂടെ പാർക്കേണം, എൻ ജീവനാളെല്ലാം നിന്നെ കാണേണം. എൻ യേശുവേ, എൻ പ്രിയനേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ, നിൻ കൈകളെന്നെ പുണരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എൻ്റെ ദൈവം, ഇന്നും എന്നും എൻ്റെ ദൈവം. നിൻ ഹൃത്തിൻ തുടിപ്പെൻ്റെ നെഞ്ചിൽ കേൾക്കുന്നു, കരയേണ്ട ഇനി എന്നൻ കാതിൽ ചൊല്ലുന്നു. എൻ യേശുവേ, എൻ പ്രിയനേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ, നിൻ കൈകളെന്നെ പുണരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എൻ്റെ ദൈവം, ഇന്നും എന്നും എൻ്റെ ദൈവം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 15-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദി ഉള്ളവർ ആയിരിപ്പിൻ. 2 കാര്യങ്ങളുടെ പ്രധാനമായി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുള്ള ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വാഴണം. ലോകത്തിൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് പ്രതികൂലമായി എല്ലാം നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണം എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു, എങ്ങനെ വിളിച്ചേക്കുന്നത്? ഏക ശരീരമായി. നമുക്കൊരു കാര്യം അറിയാം, യേശു ക്രിസ്തു ശിരസ്സായി, സഭ ശരീരമായി തീർത്തിരിക്കുന്നു. സഭയുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ആലോചനകൾ, ആജ്ഞകൾ സ്വീകരിച്ചു വേണം ശരീരം പ്രവർത്തിക്കാൻ. അപ്പോൾ തന്നെ നമ്മൾ ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്, ഒറ്റ ഹൃദയത്തോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയാം: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. അതെപ്പോഴാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നിൽക്കുമ്പോൾ ആ ഭാഗമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യം, എഫേസ്യർ 4:4 പറയാണ്: നിങ്ങളെ വിളിച്ചപ്പോൾ എങ്ങനെ വിളിച്ചേക്കുന്നത്? ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, നമ്മുടെ കർത്താവൊന്ന്. ക്രിസ്തു ശരീരത്തെക്കുറിച്ചുള്ള ഐക്യതയെക്കുറിച്ചുകൂടെ പറയുമ്പോൾ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 13 മുതൽ അവിടെ പറയാണ്: സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വിരിക്കുന്നു. നമ്മളെല്ലാം ഒരേ ശരീരമാണ്. നമ്മുടെ തല ആരാണ്? അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് ഈ സഭയുടെ ശിരസ്സെന്ന് പറയുന്നത്, തലയെന്ന് പറയുന്നത്. നമുക്കറിയാം, തലച്ചോറാണ് ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ആജ്ഞ കൊടുക്കുന്നത്.
അപ്പോൾ തന്നെ ശരീരത്തെക്കുറിച്ച് ഈ ഭാഗത്ത് വിശദമായി പറയുകയാണ്. സ്വതന്ത്രോ നാം എല്ലാവരും ഏക ശരീരം, ഒറ്റ ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. എന്നിട്ട് പറയാം, ശരീരം ഒരു അവയവമല്ല. നമ്മൾ സഭ എന്ന് പറയുന്ന ഒരു ശരീരമാണ്. അപ്പോൾ ശിരസ് എന്ന് പറയുന്ന കർത്താവാണ്. എന്നാൽ ശരീരം ഒരവയവമല്ല. ശരീരത്തിൽ പല അവയവങ്ങളോട് അതാ പറയുന്നത്, പലതത്രേ. ഞാൻ കൈ അല്ലായകൊണ്ട് ശരീരത്തിനുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. പിന്നെ പറയാണ്, ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ, ശരീരം മൊത്തം കണ്ണായാൽ ശ്രവണം എവിടെ? എങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും? മുഴുവൻ ശ്രവണമായാൽ, ശരീരം മുഴുവൻ ഇനി അങ്ങ് ശ്രവണമായാൽ ചെവിയായാലും എന്തോ ഘ്രാണം എവിടെ? മണക്കാൻ എങ്ങനെ പറ്റും? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു എന്ന് പറയാം. സകലതും ഒരവയവം എങ്കിൽ ശരീരം എവിടെ? ഒരവയവമാണ്, പിന്നെ ശരീരം എവിടെയാണ്? എന്നാൽ അവയവം വേണം താനും. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. എന്നിട്ട് പറയണ, കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമണിയിക്കുന്നു. നമ്മിൽ അഴക് കുറഞ്ഞവയ്ക്ക് അധികം അഴക് വരുത്തുന്നു. നമ്മിൽ അഴക് ഉള്ളവയ്ക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾക്കൊക്കെ കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും, കണ്ടോ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളുമാണ്. സഭയുടെ കാര്യമാണ് പറയുന്നത്. കർത്താവ് ശിരസ്സാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച ദൈവമക്കളെല്ലാം സഭയുടെ അംഗങ്ങളാണ്. പക്ഷേ നമ്മൾ വിവിധ അവയവങ്ങളാണ്. അങ്ങനെ നമ്മൾ ഐക്യതയോടെ നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നത്. അതിനായിട്ടാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. എങ്ങനെ വിളിച്ചിരിക്കുന്നത്? ഏക ശരീരമായി വിളിച്ചിരിക്കുക. പക്ഷെ വിവിധ അവയവങ്ങളാണ്. നമ്മൾ ഒരു മനസ്സോടെ നിൽക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഭവനങ്ങളിൽ കർത്താവെ, ആ വിവിധ അവയവങ്ങൾ ഭവനത്തിലുള്ളവർ ഐക്യതയിലാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന സഭയിലുള്ളവർ ഒരുമനപ്പെട്ട് ഒരേ ശരീരം നിൽക്കുന്നത് പോലെ വിവിധ അവയവങ്ങൾ ഒരേ അഭിപ്രായത്തിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ ഇത് വാഴുന്ന ഒരവസ്ഥ ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നാശയൊന്നേ നിൻ കൂടെ പാർക്കേണം, എൻ ജീവനാളെല്ലാം നിന്നെ കാണേണം.